നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. എല്ലാവർക്കും നമസ്കാരം. പോസിറ്റീവിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിലും മുന്നേറ്റം തുടരുമെന്നു തന്നെയാണ് പൊതുവിലുള്ള വിലയിരുത്തലുകളും നടക്കുന്നത്. മന്ത്ലി ചാർട്ട് നോക്കുമ്പോൾ നിഫ്റ്റി ഇൻഡെക്സ് ആൾ ടൈം ഹൈന് അടുത്തായിട്ടാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു ലോങ് ടേമിന് ഒരു സ്ട്രോങ് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നിലവിലെ ചാർട്ട് പാറ്റേണുകൾ കണക്കിലെടുക്കുമ്പോൾ ദീർഘകാലത്തേക്ക് ഒരു സ്ട്രോങ് ബുള്ളിഷ് മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലേക്കല്ല, ഒരു 2-3 ആഴ്ച ഹോൾഡ് ചെയ്തിട്ട് ഒരു 20% പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു 2-3 സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാരണം വീക്കിലി ചാർട്ട് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ആഴ്ച ഒരു ബുള്ളിഷ് എൻഗോൾഫിനാണ് ഫോമായിരിക്കുന്നത്. മാത്രമല്ല ഈ ആഴ്ചയിൽ നോക്കുകയാണെങ്കിൽ നമ്മൊരു ലൈന് വരച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ നിന്ന് തുടങ്ങിയാൽ നോക്കൂ, കറക്റ്റായിട്ട് ഓരോ ആഴ്ചയും ഈ ഒരു ട്രെൻഡിനെ ബഹുമാനിച്ചു കൊണ്ടാണ് മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ ഒരു വീക്ക് കൂടെ നമുക്ക് കണക്കിലെടുത്താൽ ഈ ഒരു ലൈൻ ടച്ച് ചെയ്തിരിക്കുന്നത് 1, 2, 3, 4, 5, 6. ഇനി നെക്സ്റ്റ് വീക്ക്, അതായത് നമുക്ക് ഇവിടെ നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ ഇതിലാണ് വരിക. നോക്കൂ, 22,766, 750 to 780 ഒന്നുകൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ടച്ചാണ്. നെക്സ്റ്റ് വീക്ക് ക്യാൻഡിൽ ഇവിടെയാണ് വരിക. അപ്പോൾ ഇത് കറക്റ്റ് 10 ലൈൻ ടച്ച് ആവുകയാണെങ്കിൽ 22,770, ഇല്ല അതിന് തൊട്ടടുത്തായിട്ട് വരികയാണെങ്കിൽ 22,700. ഏതായിരുന്നാലും 22,700, 22,800 അടുത്ത ആഴ്ച നിഫ്റ്റി പോകും എന്ന് തന്നെയാണ് കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേക്കാവുന്ന 1-2 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ഒരു ഷോർട്ട് ടൈമിൽ ഒരു മിനിമം 2 ആഴ്ച അല്ലെങ്കിൽ 2.5 ആഴ്ചയോളം നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, SBI. SBIനെ സംബന്ധിച്ചിടത്തോളം 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുന്നുണ്ട്. 2020 ജൂൺ മാസം മുതൽ ഒരു സ്ട്രോങ് റാലിയിലൂടെയാണ് SBI ഷെയറുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കമ്പനിയുടെ ഷെയർ സ്ഥിരമായി ഒരു 12 to 26 ആഴ്ച ഒരു ശരാശരിക്ക് മുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് സത്യത്തിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് നമുക്ക് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഷെയറിൻ്റെ പ്രൈസ് ഏകദേശം നോക്കൂ, നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചിൽ വെക്കണം. 695 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 852 ഒരു 880 വരെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഇതുവരെ പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു SBIനെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. 752.35, 753 രൂപയാണ് ഇപ്പോൾ സ്പോട്ട് റേറ്റ്. അവസാന ട്രേഡിംഗ് ദിവസം 2.688% ഒരു റാലിയാണ് ഷെയർ നേടിയത്. 0.65% ഒരു മാസത്തിനിടയിലെ മുന്നേറ്റമാണ്. കഴിഞ്ഞ 6 മാസത്തിനിടെ 25.80% നേട്ടമുണ്ടാക്കാനും ഈ ഷെയറിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിൽ ഒരു റാലി പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ക്യാപിറ്റലുള്ളവർക്ക് ഇത് ഒരു 2 ആഴ്ചത്തേക്കോ 2.5 ആഴ്ചത്തേക്കോ വാങ്ങി വയ്ക്കാവുന്നതാണ്. മാത്രമല്ല 45.78% ഒരു വർഷത്തിനിടെ കമ്പനി നിക്ഷേപകർക്ക് നൽകിയ ലാഭം. 793 രൂപയാണ്
52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില. ഈ ഒരു 52 ആഴ്ചയിലെ താഴ്ന്ന വില എന്ന് പറയുന്നത് 503 രൂപയാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് വന്നിട്ട് എജീസ് ലോജിസ്റ്റിക്കാണ്, AEGISCHEM. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 2022 മാർച്ച് മുതൽ നോക്കൂ, 2022 മാർച്ച് മുതൽ ഒരു റാലിയാണ് ഈ സ്റ്റോക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരീക്ഷണമല്ല, ഒരു കാര്യം നടത്തി നോക്കാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് വീണ്ടും ഉയരാനുള്ള സാധ്യത ഏറെയാണ്. ഏകദേശം നമുക്ക് ഈ ലൈനിലേക്ക് മുട്ടിച്ചാൽ 558 560 വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവസാന ട്രേഡിംഗ് ദിവസത്തെ, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച 12.90% പോസിറ്റീവോടെ 446 രൂപ എന്ന 446 രൂപയിലേക്കാണ് ഈ എജിസ് ലോജിസ്റ്റിക് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 35.26%, ഒരു വർഷത്തിനിടെ 18.40% വളർച്ചയുണ്ട്. 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വില എന്ന് പറയുന്നത് 471. 52 ആഴ്ചയിലെ താഴ്ന്ന പ്രൈസ് 280 രൂപയുമാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 560. ഓക്കെ, അപ്പോൾ 2 സ്റ്റോക്കായി. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ആരോ ഫാർമയാണ്, അരബിന്ദോ ഫാർമ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2023 ഫെബ്രുവരി മുതൽ ഒരു വ്യക്തമായ ബുള്ളിഷ്നെസ് തന്നെയാണ്. അതിനുശേഷം ഇത് വീക്കിലി ചാർട്ടാണ്. അതിനുശേഷം ഇവിടെ മാത്രമാണ് ചെറിയ ഒരു കൺസോൾട്ടേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഇനി വീണ്ടും ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഇതും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. മാത്രമല്ല, ഈ സൈഡ് വേയിൽ ഷെയർ ഒരു സപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇത് എപ്പോഴോ താഴത്തേക്ക് കൂപ്പുത്തിയെന്നെ. അതുകൊണ്ട് വീണ്ടും ഇത് റിവേഴ്സൽ ആകാൻ തന്നെയാണ് സാധ്യത. ഏകദേശം നമുക്ക് 1400 1350 രൂപയോളം എന്തായാലും ഇത് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റോക്കും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ടാർഗറ്റ് പറഞ്ഞു 1350 രൂപയോളം. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 1000 രൂപയിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. 1000 to 1010, 1000 രൂപ, 1007 രൂപയോളം, അല്ലെങ്കിൽ 1005 രൂപ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് വയ്ക്കാം. ഈ 3 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റോക്കുകളും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടും എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ പറയുന്നതും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ലാഭനഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ ബൈൻഡപ്പ് ചെയ്യുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.